ശരഹലാലബലബ. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേക്ക് ആരാധന എന്ന് പാടിക്കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് പുത്രനും സമന ദൈവമേ അങ്ങേക്കാരാധന സ്നേഹമേ അങ്ങേക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹനാദാവേ അങ്ങേക്കാരാധന. പിതാവിന്റെയും പുത്രന്റെയും ജീവനെ അങ്ങേക്കാരാധന. ജീവൻ ജീവൻ ജീവനാദാവേ അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനാം ദൈവമേ അങ്ങേക്കാരാധന. ത്രിത്വത്തിൽ മൂന്നാം ദൈവമേ അങ്ങേക്കെന്നെന്നും ആരാധന. എപ്പോഴും ആരാധന. നിത്യവും ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളിൽ ജ്വലിക്കുന്ന ദൈവമേ, സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളങ്ങിൽ പ്രത്യാശിക്കുന്നു. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ, സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളെ കടാക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ പ്രാർത്ഥനാ ലഹരി, ഓ നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങ് തന്നെയാണ് ഞങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളിൽ പ്രാർത്ഥനാ ലഹരി നൽകണമേ ഈശോയെ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇത് 375 എപ്പിസോഡാണ് മതബോധന പഠന കളരിയിൽ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. ഈ പഠനത്തിൻ്റെ 375 എപ്പിസോഡ്. സഭയെ സ്നേഹിക്കുന്നവർ, സഭയെ സ്നേഹിക്കുന്നുവെങ്കിൽ സഭാമാതാവ് നൽകുന്ന
ആ സഭാപ്രബോധനങ്ങളോട് സ്നേഹമുണ്ടാകണം. അത് പഠിക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. അങ്ങനെ നിങ്ങൾ 375 ദിവസമായി ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഇത് ഇപ്പോൾ ഓസ്ട്രിയ വിയന്നയിൽ നിന്നും പാതിരാത്രി 12 മണിക്ക് തുടങ്ങുന്ന പ്രക്ഷേപണമാണ്. ഇന്ന് 2021 ഡിസംബർ 16 സുപ്രഭാതമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇതിൽ പങ്കുചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ധ്യാനയോഗ പ്രാർത്ഥനയുടെ പരിശീലനം അഥവാ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം, അത് നിങ്ങൾ ചെയ്യണം. പക്ഷേ എല്ലാവരും കുറേ പേരെങ്കിലും എനിക്ക് എഴുതി, ഇത് വളരെ മനോഹരമായിരിക്കുന്നു, ഇപ്പോഴാണ് ശരിക്കും ഇത് മനസ്സിലായത് എന്താണ് ഈ ധ്യാനയോഗ പ്രാർത്ഥന അല്ലെങ്കിൽ കോൺടംപ്ലേഷൻ എന്ന്. ഇങ്ങനെ ചിലർ പറഞ്ഞു അങ്ങനെ ലയിച്ചിരുന്നിട്ട് പിന്നെ ആ ഉള്ളറയിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് വിടാൻ പറ്റുന്നില്ല. അവിടെ ആരോ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ്. അതാണ് അത്. ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിന് മുൻപ് പഠിച്ച പ്രാർത്ഥന, ധ്യാനം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. നമുക്ക് 2 പ്രാക്ടീസ് ഉണ്ട് ഇനി. ഒന്ന് ഇന്നത്തെ മെഡിറ്റേഷൻ, പിന്നെ ഒന്ന് വാചക പ്രാർത്ഥന. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഈ 3 തരത്തിലുള്ള പ്രാർത്ഥനകളെയും ശരിക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങ് ആ പ്രാർത്ഥനയിൽ ഇനി തുടർച്ചയായിട്ട് നമ്മൾ ഈ ലഹരി വിടാണ്ട് കുറച്ച് ദിവസം വിടാണ്ട് പ്രാർത്ഥിക്കണം. എന്ത് കാര്യവും കുറേ ദിവസം നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ അഭിഷേകത്തിലൊരു മങ്ങലേക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കരുത്. വരുവിൻ, നമുക്ക് ഈശ്വര പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഈശ്വര പ്രാർത്ഥന, നമ്മുടെ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോയോടൊപ്പം സങ്കീർത്തനം ആലപിക്കുന്നതാണ്. നമ്മളിന്ന് സങ്കീർത്തനം 49 15 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. സങ്കീർത്തനം 49. ജനതകളെ ശ്രദ്ധിക്കുവിൻ, വാസികളെ ചെവിയോർക്കുവിൻ, അവരും ഉന്നതരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ. പാതാളത്തിലെ വിധിയിൽ വീടെടുക്കും. ുമ്പോഴും ഭയപ്പെടേണ്ട, അവൻ മരിക്കുമ്പോൾ കൊണ്ടുപോവുകയില്ല.
അവനെ അനുഗമിക്കുകയുമില്ല. ജീവിതകാലത്ത് കരുതിയെങ്കിലും അവനെ ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും പിതാക്കന്മാരോട് ചേരുന്നു ഉന്നതരും ഒന്നുപോലെ കേൾക്കട്ടെ. താങ്ക് യു. ഓ, എന്തോ ഒരു വിസ്മയമാണല്ലേ. ദൈവമേ, ഈശോയെ, ഓ ഈശോയെ, അങ്ങയോടൊപ്പമാണ് ഞങ്ങൾ പാടുന്നത്. അടുത്തതായി ഉദ്ധരണിയിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഉദ്ധരണി വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പറഞ്ഞൊരു കാര്യമാണ്. അത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 മെയ് മാസം 5-ാം തീയതിയിലത്തെ പൊതുദർശന വേളയിൽ ഉദ്ധരിച്ചിരിക്കുന്നതാണ്. യോഹന്നാൻ ക്രൂസ്, ശുദ്ധമായ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി മറ്റെല്ലാ പ്രവൃത്തികളെക്കാളും സഭയ്ക്ക് കൂടുതൽ ഉപയോഗപ്രദമാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ശുദ്ധമായ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി, ശുദ്ധമായ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി മറ്റെല്ലാ പ്രവൃത്തികളെക്കാളും സഭയ്ക്ക് കൂടുതൽ ഉപയോഗപ്രദമാണ്. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ ടെസ്റ്റിമെൻറ്റ്, കുരിശിൻ്റെ യോഹന്നാൻ്റെ ടെസ്റ്റിമെൻറ്റുകളിൽ നിന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം 2021 മെയ് മാസം 5-ാം തീയതിയിലത്തെ പൊതുദർശന വേളയിൽ ഉദ്ധരിച്ചതാണ്. വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ ഈ സ്നേഹാഗ്നി ജ്വാല അല്ലെങ്കിൽ ആധ്യാത്മിക പ്രേമമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയും അമ്മ ത്രേസ്യയും എല്ലാം തീ പിടിപ്പിച്ചത്. ഇത് പറയുമ്പോൾ കൊച്ചുത്രേസ്യ പറയണമായിരുന്നു നമുക്ക് തോന്നാറില്ലല്ലേ. ഇപ്പോൾ ഓർക്കുകയാണ്, വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ പറയുമായിരുന്നു, ആ ദൈവസ്നേഹത്തിൽ ആഴമായി ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഴമായി ലയിച്ചുകൊണ്ട് ഒരു മുട്ടുസൂചി എങ്കിലും എടുക്കുന്ന പ്രവൃത്തി അനേകം ആത്മാക്കളെ രക്ഷിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചെറിയ പ്രവൃത്തി ആയാലും ദൈവസ്നേഹത്തിലൂടെയുള്ള അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ പ്രതി നമ്മളത് ചെയ്യുമ്പോൾ അത് ആളിക്കത്തുന്നു. ഇതാണ് നമ്മൾ ഈ കോണ്ടംപ്ലേഷനിലെല്ലാം അനുഭവിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ ആ കോണ്ടംപ്ലേഷൻ്റെ പരിശീലനത്തിലൂടെ ഒരുപാട് പേരെനിക്ക് അറിയിച്ചു, ഇത് ഒരു വളരെ അനുഭവപൂർണമായിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ തുടരണം. പ്രാർത്ഥന എന്ന ഈ പഠന പരമ്പരയിലെ ക്ലൈമാക്സ് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇന്നും നാളെയും ഇന്നും അടുത്ത ഒരു ക്ലാസ്സും കൂടി നമുക്ക്
കോണ്ടംപ്ലേഷൻ കഴിഞ്ഞിട്ട് ഈ മെഡിറ്റേഷൻ പ്രെയറും പിന്നെ വാചിക പ്രാർത്ഥനയും കൂടി ഒരു സാമ്പിൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വേണം പിന്നെ ഈ കാറ്റക്കിസത്തിലെ പ്രാർത്ഥന എന്ന ഭാഗത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് പ്രവേശിക്കും. പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. അത് കഴിഞ്ഞതോടുകൂടി ഈ സഭാപ്രബോധനത്തിൻ്റെ ആ 4ാം ഭാഗം തീർന്നു. പിന്നെ നമ്മളപ്പോൾ ഈ ദിവസങ്ങളിൽ ഇത് അനുഭവമാകുന്നത് വിട്ടുകളയരുത്. ഈ അനുഭവത്തിൻ്റെ തുടർച്ചയിലൂടെയാണ് നമ്മൾ ഇനി ആദ്യ ഭാഗത്തിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കുര്യൻ ജോസഫ് സാറെ പ്രത്യേകം സ്വാഗതം. മറ്റെല്ലാവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ചേർന്നിരിക്കുന്ന നിങ്ങളെ എനിക്ക് അത്രയ്ക്ക് അനുമോദിക്കുകയാണ്. കാരണം ഈ 375 ക്ലാസ് നിങ്ങളെല്ലാവരും കൂടി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുറച്ച് പേരിപ്പോൾ ഇത് നിങ്ങളിൽ നിന്ന് പറഞ്ഞറിഞ്ഞ് നിങ്ങളുടെ അനുഭവം അറിഞ്ഞിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ ചേർന്നിരിക്കുന്നവരുണ്ട്. ചിലവർ 1ാമത്തെ ക്ലാസ് മുതൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇനി നിങ്ങളത് മറ്റുള്ളവരെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അവർ 1ാമത്തെ ക്ലാസ് മുതൽ കയറണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതാ ധ്യാനം മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പഠിച്ച ഒരു ഭാഗം ഞാനൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. CCCയിൽ 2708 ഈ ധ്യാനം എന്നതിനെ എങ്ങനെയാണ് ധ്യാനിക്കുന്നതിൻ്റെ രഹസ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നതൊന്ന് കേൾക്കാം. ചിന്ത, ഭാവന, വികാരം, അഭിലാഷം. ചിന്ത, ഭാവന, വികാരം, അഭിലാഷം എന്നിവയ്ക്ക് ധ്യാനത്തിൽ പങ്കുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ഹൃദയമാണ്. എല്ലാ പ്രാർത്ഥനകളിലും ഹൃദയം ആണ് പ്രാർത്ഥനയുടെ കേന്ദ്രബിന്ദു എന്ന് നമ്മൾ ചിന്തിച്ചു. അതോടൊപ്പം നമ്മുടെ ചിന്ത, ഭാവന, വികാരം, അഭിലാഷം ഇതെല്ലാം ഈ ഒറ്റ കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കണം. ഇവയുടെ സമന്വയം നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളെ ആഴപ്പെടുത്താനും ഹൃദയങ്ങളെ പരിവർത്തന വിധേയമാക്കാനും ഹൃദയങ്ങളെ പരിവർത്തന വിധേയമാക്കാനും ക്രിസ്തുവിനെ പിന്തുടരാനുള്ള നമ്മുടെ തീരുമാനത്തെ ബലപ്പെടുത്താനും ആവശ്യമാണ്. തുടർന്നുള്ള ഭാഗമാണ് അതിൻ്റെ പ്രാക്ടിക്കൽ. ദിവ്യഗ്രന്ഥ വായനയിലും ജപമാലയിലും എന്ന പോലെ ക്രൈസ്തവ പ്രാർത്ഥന സർവോപരി ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങളെ ധ്യാന വിഷയമാക്കുന്നു. അതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് തരത്തിലുള്ള ധ്യാനമുണ്ട്. ജപമാല ധ്യാനപൂർവം പ്രാർത്ഥിക്കുന്ന ഒരു ധ്യാനമാണ്, മെഡിറ്റേഷനാണ്. കുരിശിൻ്റെ വഴി ഒരു മെഡിറ്റേഷനാണ്. ഈശോയുടെ ജീവിത രഹസ്യങ്ങൾ, സർവോപരി ക്രിസ്തുവിൻ്റെ ദിവ്യ രഹസ്യങ്ങളെ ധ്യാന വിഷയമാക്കുന്നു. പ്രാർത്ഥിക്കുന്നയാളുടെ ഈ പരിചിന്തനം ഏറെ വിലപ്പെട്ടതാണ്. പക്ഷേ ക്രൈസ്തവ പ്രാർത്ഥന അതിനപ്പുറം കർത്താവായ യേശുവിൻ്റെ സ്നേഹം അറിയുകയും
അവിടത്തോട് ഐക്യപ്പെടുകയും വേണം. അതാണ് കോണ്ടംപ്ലേഷൻ. അതിലേക്ക് നമ്മൾ വന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ച് നീങ്ങുകയാണ്. കാരണം ആ ക്രൈസ്തവ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുകയും അവിടത്തോട് ഐക്യപ്പെടുകയും വേണം എന്ന് പറഞ്ഞ് ധ്യാനം നിർത്തുകയാണ്. എന്നിട്ട് കോണ്ടംപ്ലേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ വരികയാണ്. ക്രൈസ്തവ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ ലയനം, അതിലേക്ക് ഉയരണം. നമ്മളത് ശരിക്കും അച്ചീവ് ചെയ്തു. എനിക്ക് വളരെ സംതൃപ്തിയാണ്. ഈ 3 ദിവസം നമ്മൾ ചെയ്തതിലൂടെ നമ്മൾക്ക് ആ ദൈവസ്നേഹ പാരമ്യം, നിങ്ങളത് മുഴുവൻ അനുഭവിച്ചവരുണ്ട്. എന്നാൽ ചിലപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകാം. അത് അതിൻ്റെ ആദ്യ ഭാഗത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മളതിൻ്റെ അതൊരു ശൈലി. എന്നാൽ ഇനി ധ്യാന ശൈലി എന്ന് പറയുന്നത് ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ, എന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ ആ അനുഭവത്തിലേക്ക് നമ്മൾ വന്നു. ഇനി ആ സ്നേഹം നമുക്ക് നൽകാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അപ്പോൾ ധ്യാനയോഗ പ്രാർത്ഥനയിൽ ആ യേശുവിൻ്റെ വ്യക്തിപരമായ കൂട്ടുമുട്ടൽ അനുഭവം, ആ ഒരു വ്യക്തിപരമായ ഒന്നാകൽ, ഇതൊക്കെയായിരുന്നു വിഷയമെങ്കിൽ ആ ഈശോ മനുഷ്യവംശത്തിൻ്റെ ഈ സ്നേഹ പാരമ്യത്തിനായിട്ട് എന്ത് ചെയ്തു? ഇനി നിങ്ങൾ നോട്ടൊന്നും നോക്കണ്ട, ഒന്നും എഴുതണ്ട, കേട്ടാൽ മാത്രം മതി. ഇവിടെയും ഹൃദയമാണ് പ്രധാന കേന്ദ്രം. എന്നാൽ ഇവിടെ നമ്മൾ ധ്യാനം, ചിന്ത, ഭാവന, വികാരങ്ങൾ എല്ലാം പ്രവർത്തിക്കണം. ചിന്ത, ഓർക്കുക, ചിന്തിക്കുക. എന്നാൽ നമ്മൾ ധ്യാനയോഗ പ്രാർത്ഥനയിൽ ചിന്തയില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ആളെ നേരിട്ട് കാണുകയാണ്. അതാണ് വ്യത്യാസം. ആൾ മുഖാമുഖം നമ്മളോട് നോക്കുകയാണ്, വേറെ ചിന്തിക്കാനില്ല. എന്നാൽ ഇവിടെ ചിന്തിക്കുകയാണ്. ആ ഈശോ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈശോ ചിന്ത നമ്മൾ പോവുകയാണ്. പിതാവിനോടൊപ്പമായിരുന്നവൻ, ആ ദൈവത്തോടുള്ള ആയിരിക്കുന്ന അവസ്ഥ, അതിൽ നിന്നും താഴോട്ട് വന്നു നമ്മളെ പ്രതി അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ ഒരു കാലിത്തൊഴുത്തിൽ മനുഷ്യനായി അവതരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ രഹസ്യം മനുഷ്യാവതാര രഹസ്യമാണ്. അങ്ങനെ ഈശോയുടെ ജീവിതത്തിൻ്റെ ഓരോ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ദൈവം മനുഷ്യനായി, ആ മനുഷ്യനായതോടൊപ്പം മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ ആ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമായി മാറി. ആ ഈശോ നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരനായി, നമുക്കൊരു സഹോദരനായി, ദൈവം തന്നെ നമുക്ക് സഹോദരനായി. മിശിഹാ കർത്താവേ,
മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി ആ മനുഷ്യനായ ദൈവം മനുഷ്യനായി. മനുഷ്യരെല്ലാവരുടെയും ശരീരം ഈശോ സ്വീകരിച്ചു. ഈശോയുടെ മനുഷ്യ ശരീരം എന്നത് സർവ്വ മനുഷ്യരുടെയും ശരീരമാണ്. സകല ജാതി മതസ്ഥരും ഈശോയുടെ ആ ശരീരത്തിലുണ്ട്. സകല ജാതി മതസ്ഥരും ഈശോയുടെ സഹോദരനായി മാറി. ദൈവം നമ്മോട് കൂടെ, എമ്മാനുവേൽ. ഓ ഈശോയെ, എന്തോ ഒരു വിസ്മയമായ രഹസ്യമാണത്. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവൻ എമ്മാനുവേൽ ആകുന്നു. ആ ഈശോ നസ്രത്തിലെ ആ കാലിത്തൊഴുത്തിൽ പിറന്നു. എന്നാൽ അധികം താമസിയാതെ മലാഖമാർ സന്ദേശം നൽകിയതനുസരിച്ച് ഇവിടെ നിന്ന് വേഗം പോയിക്കൊള്ളൂ, ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. കൈക്കുഞ്ഞുമായിട്ട് ആ തിരുക്കുടുംബം ഇതാ രാത്രിക്ക് രാമാനം പോവുകയാണ്. കഷ്ടതകളും സഹനങ്ങളും മാത്രമാണ് ആരംഭം മുതൽ തന്നെ. കുരിശ് യേശു ജനിച്ചപ്പോൾ തന്നെ സ്വീകരിച്ചു എന്ന് വേണം പറയാൻ. സന്തോഷത്തോടെ സർവാധിപനായ കർത്താവ് ജനിക്കാൻ തിരഞ്ഞെടുത്തത് ഒരു കൊട്ടാരമല്ല, ഒരു കാലിത്തൊഴുത്ത്. വികാരനിർഭരമാകേണ്ട നിമിഷമാണിത്. അമ്മ ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി പാതിരാത്രിക്ക് സ്ഥലം അന്വേഷിച്ചു. അപ്പൻ ഓടി നടന്നു. എന്നാൽ ഒരു സ്ഥലവും കിട്ടിയില്ല. അവസാനം ഒരു കാലിത്തൊഴുത്ത് കിട്ടി. എന്നാൽ ഒരു മുറുമുറുക്കുമില്ലാതെ, ഒരു കംപ്ലൈൻറ്റുമില്ലാതെ ഇതാ പരിശുദ്ധ അമ്മ ആ കാലിത്തൊഴുത്ത് സ്വീകരിക്കുന്നു. എല്ലാം ദൈവേഷ്ടത്തിന് വിട്ടുകൊടുത്ത അമ്മ ദൈവപുത്രനാണ്. എന്നാൽ ആ ദൈവപുത്രന് ജന്മം നൽകാൻ ദൈവം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചതും പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതുമായിട്ടുള്ള ഒരു സ്ഥലമാണത്. യൂദയായിലെ ബെത്ലഹേമേ, നീ വളരെ വലുതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. തുടർന്ന് ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയത് പീലാത്തോസ് ശിശുവിനെ കൊല്ലും എന്ന ഭയത്തിൻ്റെ പേരിലല്ല വാസ്തവത്തിൽ. എന്നാൽ മാലാഖ പറയുന്നുണ്ട്, കുഞ്ഞിനെ കൊല്ലാൻ പീലാത്തോസ് വരും, നിങ്ങളതുകൊണ്ട് ഇവിടെ നൊഴിഞ്ഞോളൂ. മറ്റൊരർത്ഥം അതിനുള്ളത്, ഈ ശിശു ഇസ്രായേലിൻ്റെ ദൈവജനത്തിൻ്റെ 400 സംവത്സരത്തിൻ്റെ ആ അടിമത്വത്തിൽ പങ്കുചേരുന്നതിനായിട്ട്, അവരനുഭവിച്ച യാതനകളിൽ പങ്കുചേരുന്നതിനായിട്ട് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈശോ ആണ് അവരെ കൊണ്ടുപോകുന്നത്. ഈശോ ഒരു കൈക്കുഞ്ഞാണെങ്കിലും ദൈവം തന്നെയാണ്. അവരുടെ യാത്രയെ നയിക്കുന്നത് ഈശോ തന്നെയാണ്. അങ്ങനെ ഹെരോദേസ് മരിക്കുന്നത് വരെ അവിടെ കഴിഞ്ഞുകൂടി പിന്നെ തിരിച്ചു വരുന്നു. അതിനുശേഷം നസ്രത്തിലെ ഒരു ഗ്രാമപ്രദേശത്ത് ഈശോ ആരുമറിയാതെ, ഒന്ന് ചിന്തിച്ചേ, ആ ഗ്രാമത്തിൽ ഒരാൾക്കും അറിയില്ല. അവർക്ക് അറിയാവുന്നത് ഒരു തച്ചൻ്റെ മകൻ എന്ന് മാത്രമാണ്.
എന്നാൽ ഈ വലിയ വിസ്മയം, ഈ തച്ചൻ്റെ മകൻ ദൈവം തന്നെയാണെന്നും ലോകരക്ഷകനാണെന്നും ഉള്ള അറിവ് ആർക്കുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ വളരെ മനോഹരമാണ്. നമ്മളിതെല്ലാം അറിയുന്നു. നമുക്ക് ദൈവം അതെല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്തോ നെറ്റ്വർക്ക് പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. കർത്താവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഓ പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല 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 ഹല. തച്ചൻ്റെ മകൻ എന്നേ അവർ അറിഞ്ഞുള്ളൂ. 30 വർഷം ഈശോ അവിടെ ജീവിച്ചു. 12 വയസ്സായപ്പോൾ ഈശോ ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ നിയമത്തിൻ്റെ ബിരുദം, നിയമം പഠിച്ചവർക്ക് കൊടുക്കുന്ന ബിരുദമാണ് സൺ ഓഫ് ദ ലോ. അതിനുവേണ്ടി ഈശോ ദേവാലയത്തിലേക്ക് വന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആ ബിരുദം സ്വീകരിച്ചതിന് ശേഷം വേദശാസ്ത്രികളുമായിട്ട് ഈശോ സംസാരത്തിലേർപ്പെടുന്നു. ദൈവിക രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ശിശുവിനെ കാണാതെ അമ്മ 3 ദിവസം വിഷമിച്ച ആ ദിവസങ്ങൾ, തുടർന്ന് മാതാപിതാക്കൾക്ക് അനുസരണയോടെ ആ മകൻ ജീവിക്കുന്നു. മാതാപിതാക്കൾക്ക് വിധേയരായിട്ട് ജീവിക്കുന്നു. അങ്ങനെ തുടർന്നുള്ള ജീവിതം ഈശോ 30 വർഷത്തെ ജീവിതത്തിൽ ഈശോ ധ്യാനിച്ചതും ഈ ധ്യാനവും പ്രാർത്ഥനയും കോണ്ടംപ്ലേഷനുമായിരുന്നു. വാചിക പ്രാർത്ഥനയും ധ്യാനവും കോണ്ടംപ്ലേഷനും സങ്കീർത്തനങ്ങളിലൂടെ ഈശോ നീങ്ങി. ആ സങ്കീർത്തനങ്ങൾ പാടിയും പ്രാർത്ഥിച്ചു. ഈശോയെ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആ കാലഘട്ടത്തിൽ
ഈശോയും മാതാവും സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ എല്ലാം ഉൾക്കൊണ്ട് പ്രാർത്ഥനയിലായിരുന്നു. 30 വർഷത്തെ ഒരുക്കമാണ്. ദൈവരാജ്യം പ്രഘോഷിക്കാൻ വേണ്ടി ഈശോ വളരെയധികം ഒരുങ്ങി. നമ്മളും ഒരുങ്ങണം. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഒരുക്കം. Praise you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Jesus. Praise you, Lord. Hallelujah. 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 Oh, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഒരുക്കം. അതിനുശേഷം ഇതാ 30 വയസ്സായപ്പോൾ ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഈശോയുടെ ആദ്യത്തെ പരസ്യ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ഈശോ ജ്ഞാനസ്നാനത്തിനായിട്ട് ദൈവം തന്നെയായ ഈശോ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യ ശരീരം സ്വീകരിച്ച ഈശോ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യ ശരീരം സ്വീകരിച്ച ഈശോ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ ഒരു അഭിഷേകത്തിനായിട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. ആ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. ഈശോ ഇതാ പാപികൾ യോഹന്നാൻ മൗന്ദാനയിൽ നിന്നും പാപികൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ അവരോട് കൂടെ ഈശോയും വന്നിരിക്കുന്നു. എനിക്കും വേണം പാപികളിൽ ഒരാളായിട്ട്. യോഹന്നാൻ ആദ്യം പറഞ്ഞു, ഞാൻ അങ്ങിൽ നിന്ന് സ്വീകരിക്കേണ്ടിയിരിക്കുക, അങ്ങ് എന്നിൽ നിന്ന് സ്വീകരിക്കുന്നുവോ? ഈശോ പറഞ്ഞു, ഇപ്പോൾ നീ ഇത് ചെയ്യുക. അങ്ങനെ സകല നീതിയും പൂർത്തീകരിക്കാൻ ഇത് വേണം. അങ്ങനെ പിതാക്കന്മാർ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈശോ ആ ജലത്തിൽ മുങ്ങിയതിലൂടെ ലോകം മുഴുവനും വേണ്ടിയുള്ള ജ്ഞാനസ്നാന ജലം തയ്യാറായി. ഈശോ ആ ജലത്തെ ജ്ഞാനസ്നാനത്തിനുള്ള വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ മനുഷ്യരും അവരുടെ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടാൻ വേണ്ടി മുങ്ങിയ ആ ജലത്തിൽ യേശു മുങ്ങിയതിലൂടെ ആ പാപമെല്ലാം യേശു ഏറ്റെടുത്തു. അങ്ങനെ ഈ ജ്ഞാനസ്നാനം ഈശോ കുരിശിൽ സ്വീകരിക്കാൻ പോകുന്ന പീഡാസഹനത്തിൻ്റെ ഒരു മുന്നോടിയാണ്. ഈശോ മുങ്ങാൻ പോകുന്ന ആ ജ്ഞാനസ്നാനത്തിൻ്റെ ഒരു മുന്നോടിയാണ്. ഈശോ ഇതാ അതിനുശേഷം സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നു. 3 വർഷത്തെ സുവിശേഷ പ്രഘോഷണം. ആ പ്രഘോഷണ കാലഘട്ടങ്ങളെല്ലാം ഈ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു മുൻകൂർ അനുഭവവും, എങ്ങനെ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വളരണം, എങ്ങനെ മനുഷ്യനോട് കരുണ കാണിക്കണം, ഇതെല്ലാം ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അവൻ മലമുകളിലേക്ക് കയറി അവിടെ ഇരുന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ ഈശോയുടെ ശിഷ്യനാണ്. അതുകൊണ്ട് നമ്മളും ഈശോ നൽകുന്ന പ്രബോധനമാണ് പ്രധാനമായി പഠിക്കേണ്ടത്. അവൻ്റെ വാക്കുകൾ കേട്ട് അവർ അത്ഭുതപ്പെട്ടു. ഇതെന്തൊരു ആധികാരികമായ പ്രബോധനമാണിത്. ഈശോയെ നന്ദി, ഈശോയെ
നന്ദി ഈശോയെ, നന്ദി. തുടർന്ന് ഈശോ ഈശോയുടെ പീഡാസഹനത്തിനുള്ള ഒരുക്കങ്ങളായി അന്ത്യത്താഴം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. അതിനു മുമ്പ് ഈശോയുടെ രൂപാന്തരീകരണം. എന്നാൽ ഏറ്റവും പ്രധാനം അന്ത്യത്താഴത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ഈശോ പരസ്നേഹത്തിൻ്റെ നിയമം തരുന്നു. തുടർന്ന് നമ്മുടെ പാപമോചനത്തിനായുള്ള ബലിയർപ്പണത്തിനായി ഈശോ തന്നെ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഈശോ പീഡിപ്പിക്കപ്പെടാൻ തന്നെ വിട്ടുകൊടുക്കുന്നു. ഈശോയുടെ ശരീരത്തിൽ നമ്മളെല്ലാവരും, മനുഷ്യവംശം മുഴുവനും ആ ശരീരത്തിൽ ഉണ്ട്. ഈശോയുടെ ആ ശരീരം കുരിശിൽ അർപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരെയുമാണ് ആ ശരീരത്തിൽ ഈശോ ഉയർത്തിയത്. നമ്മളെല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യപ്പെട്ടു. ഈശോയെ, ഞങ്ങളുടെ പാപവും ഞങ്ങളുടെ രോഗങ്ങളുമെല്ലാം അങ്ങ് കുരിശിൽ ഏറ്റെടുത്തു. ചമ്മട്ടികൾ കൊണ്ട് അടിക്കപ്പെട്ടു, തലയിൽ മുൾമുടി ധരിപ്പിക്കപ്പെട്ടു, കൈകാലുകൾ കുരിശിലടിച്ച് ഭയാനകമായ വേദനയിലൂടെ കടന്നുപോയത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയാണല്ലോ ഈശോയെ. ഓ, ഈ വേദനകൾ ഇന്നും എനിക്കുണ്ടല്ലോ, ഇന്നും ഈശോ വേദനിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ ആ വേദനകളിൽ എൻ്റെ കുടുംബ ജീവിതത്തിലുള്ള എല്ലാ വേദനകളും ഞാൻ അതിനോട് ചേർക്കുന്നു ഈശോയെ. ആ വേദനയിലൂടെ അങ്ങ് ലോകം മുഴുവനെയും രക്ഷിച്ചുവല്ലോ ഈശോയെ. അങ്ങയുടെ ആ മരിച്ച ശരീരത്തിൽ ഞങ്ങളുടെ പാപം മരിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ മാനുഷികത അവിടെ മരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലെല്ലാം വേദന അനുഭവിക്കാം. നമ്മൾ മരിച്ച അവസ്ഥ പോലെ ആകാം. എന്നാൽ ഇതാ ഈശോ മരിച്ച നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കുന്നു. ആ ശരീരം ഇതാ ഈശോയുടെ അത്യുഗ്രമായ ശക്തി വിശേഷത്താൽ, ഈശോയുടെ സർവമഹത്വം നിറഞ്ഞുകൊണ്ട് ഈശോ അരുളി ചെയ്തതുപോലെ ഉത്ഥാനം ചെയ്യുന്നു. സർവാധിപനായ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാനും ഈശോയോടുകൂടെ ഉത്ഥാനം ചെയ്തു. ആ ഉത്ഥാനത്തിന് ശേഷം ഈശോ അവരോടൊപ്പം 40 ദിവസം ജീവിച്ചു. എന്തോ ഒരു വിസ്മയമാണ് ആ ജീവിതം. ഈശോ സ്വർഗാരോഹണം ചെയ്തു. ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ കൂടെ എടുക്കും. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എന്നെയും ലോകം മുഴുവനെയും ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി. കാരണം ഈശോ ജനിച്ചത് തന്നെ അങ്ങനെയാണ്. നമ്മളെ ഉയർത്തി, നമ്മുടെ ജീവിതത്തെ ഉയർത്തി, നമ്മളെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഉയർത്തി. അതിനുശേഷം പെന്തക്കോസ്തായിലൂടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി. ആ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ സ്നാനപ്പെട്ടത്. ഓ ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആ പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ വീണ്ടും വന്നു. ത്രിത്വൈക ദൈവം തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു. എൻ്റെ ജീവിതം ഈശോയുടെ പുതിയ മഹത്വീകരിക്കപ്പെട്ട ജീവിതമായി മാറി.
ഓ ദൈവമേ, അതിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ എനിക്ക് ഇടതരണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നമ്മൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശാലവൽ എല്ലാ വികാരങ്ങളും ചേർന്നുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ജീവിതം, ഈശോയുടെ ജനനം, സ്നാനം, ജീവിതം, പീഡ, കുരിശ്, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പന്തക്കോസ്ത, ഇതെല്ലാത്തിലൂടെയും ഞങ്ങളെ പങ്കുകാരാക്കിക്കൊണ്ട് ഈശോ ഇതാ ഒരു പുതിയ ജീവിതം നമുക്ക് നൽകിയിരിക്കുന്നു. മഹത്വീകരിക്കപ്പെട്ട ഈശോയിലുള്ള ജീവിതം. ദൈവമേ നന്ദി, 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 നന്ദി. Praise you, Jesus. Thank you, Lord. Hallelujah, Lord. Praise you, Lord. Thank you, Lord. Thank you, thank you, thank you, thank you, thank you, thank you.